Hello students, welcome back. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ സോൾവ്ഡ് ക്വസ്റ്റ്യൻ 5 വരെ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേറൊരു രീതിയാണ്, ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ അല്ല. നല്ലൊരു ക്വസ്റ്റ്യനാണ്. കുറച്ചൊന്ന് തിങ്ക് ചെയ്യാൻ, കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ്, ഒരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. യൂസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ x equal to 3y plus 1 to solve for y if 5 into 3y plus 1 whole square plus 6 into 3y plus 1 equal to 1 minus 8 equal to 0. സോ നമുക്ക് y ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോൾവ് ഫോർ y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ അതിന് പകരം അവർ ഹിൻറ്റ് തന്നിട്ടുണ്ട്. യൂസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? x ഈക്വൽ ടു 3y പ്ലസ് 1. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ ഒന്ന് എടുത്ത് എഴുതുകയാണ്. 5 ഇൻറ്റു 3y പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 6 into 3y plus 1 minus 8 equal to 0. ഇവിടെ 3y plus കാണുന്നിടത്തെല്ലാം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 5 into 3y plus 1 can be substituted with x square. 3y plus 1 whole square x square plus 6 into 3y plus 1. So 6 into x minus 8 equal to 0. സിമ്പിൾ. നമുക്ക് അവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്? ത്രൂ ഫാക്ടറൈസേഷൻ ആണ്. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ സം എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, സം 6 ആയിരിക്കണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് a ഇൻറ്റു സി. a ഇൻറ്റു സി ഇവിടെ എത്രയാണ്? 5 ഇൻറ്റു മൈനസ് 8 ഈക്വൽ ടു മൈനസ് 40. അപ്പോൾ എങ്ങനെയാണ് ഈ 6നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 6നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സമ്മ് 6 ആയിരിക്കണം, പ്രോഡക്റ്റ് മൈനസ് 40 ആയിരിക്കണം. അതിന് നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് എപ്പോഴും 40യുടെ എപ്പോഴും പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കുക. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മൈനസ് 40 ആണ് പ്രോഡക്റ്റ് കിട്ടേണ്ടത്. സോ 1 ഇൻറ്റു മൈനസ് 40, 2 ഇൻറ്റു മൈനസ് 20, 3യുടെ ഫാക്ടേഴ്സ് ഇല്ല, 4 ഇൻറ്റു മൈനസ് 10. ഇതേ സൈൻ ചേഞ്ച് ചെയ്ത് കൂടെ എഴുതുകയാണ്. എങ്ങനെയാണ് മൈനസ് 40 കിട്ടാൻ? മൈനസ് 1 ഇൻറ്റു 40 ആവാം, മൈനസ് 2 ഇൻറ്റു 20 ആവാം, മൈനസ് 4 ഇൻറ്റു 10 ആവാം. ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണെന്നുള്ളത് കൂടെ നോക്കാം. സമ്മ് കൂടെ നോക്കാം. സമ്മ് മൈനസ് 40 പ്ലസ് 1 മൈനസ് 39, മൈനസ് 20 പ്ലസ് 2 മൈനസ് 18, മൈനസ് 10 പ്ലസ് 4 മൈനസ് 6. നമുക്ക് വേണ്ടത് ഏതും കിട്ടിയില്ല. ഇനി ഇതിൻ്റെ സമ്മ് കൂടെ നോക്കാം. ഈ ഇവിടെയുള്ളതിൻ്റെ സം കൂടെ നോക്കാം. 40 പ്ലസ് മൈനസ് 1 39, 20 പ്ലസ് മൈനസ് 2 20 മൈനസ് 2 18, 10 പ്ലസ് മൈനസ് 4 ഈസ് 6. സോ വി ഗോട്ട് ദ റിലേഷൻ. നമുക്ക് ആവശ്യമുള്ള ആളെ ഇത് എവിടെ നിന്ന് കിട്ടി? സോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 4ഉം മൈനസ് 4ഉം 10ഉമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഇവിടേക്ക് ഒന്ന് എടുത്ത് എഴുതുകയാണ്. 5x സ്ക്വയർ plus 6x minus 8 equal to 0, and the middle term 6x is splitted 5x square minus 4x plus 10x minus 8 equal to 0.
കുറച്ചുകൂടി കോമൺ ഫാക്ടർ എടുക്കാനൊക്കെ ഉള്ള എളുപ്പത്തിനായിട്ട് ഞാൻ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് ഇതാണ് 5x² + 10x - 4x - 8 = 0. ഓക്കെ, ഇനി കോമൺ ഫാക്ടർ എടുക്കലാണ്. എങ്ങനെയാണ് കോമൺ ഫാക്ടർ എടുക്കുന്നത്? ഫാക്ടേഴ്സ് ആക്കി എഴുതുക നമുക്കിതിനെ, എന്നിട്ട് അതിൽ കോമൺ വരുന്ന ഫാക്ടേഴ്സ് എടുക്കാം. 5x² എന്ന് പറയുന്നത് 5 × x × x ആണ്, പ്ലസ് 10x² എന്ന് പറയുന്നത് 5 × 2 × x ആണ്, മൈനസ് 4x എന്ന് പറയുന്നത് -4 × x ആണ്, മൈനസ് 8 എന്ന് പറയുന്നതിനെ നമുക്ക് -4 × 2 എന്ന് എഴുതാം, = 0. ഇനി നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാൻ എളുപ്പമല്ലേ? ഇതിൽ ഏതൊക്കെയാണ് കോമൺ? 5x ഇവിടെ ഉണ്ട്, 5x ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ 5x കോമൺ എടുക്കുന്നു, 5x കോമൺ എടുത്തു. ബാക്കി ഈ രണ്ടെണ്ണത്തിൽ നിന്ന് 5x എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇതിൽ 5x കഴിഞ്ഞപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 5x × ബ്രാക്കറ്റ് ഇട്ടു x പ്ലസ് സൈൻ ഒന്നും മാറ്റിയിട്ടില്ല, അപ്പോൾ ആ പ്ലസ് തന്നെ എഴുതുക. ഇവിടെ ബാക്കി എന്താ ഉണ്ടായിരുന്നത്? x + 2. ഓക്കെ, ഇനി അടുത്ത ടേമിലോട്ട് പോവുകയാണ്. -4x - 2. ഈ രണ്ടെണ്ണത്തിൽ നിന്നും നമുക്ക് -4 കോമൺ എടുക്കാം. -4 കോമൺ എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? x ഉണ്ട്. -4 × 2 നിന്ന് -4 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് +2 ആണ്. സോ +2 = 0. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം ഒരേപോലെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ രണ്ട് ടേംസ് ആയിട്ട് മാറും. ഇൻറ്റു എന്നുള്ള രീതിയിലുള്ള ഇതൊരു ടേം, ഇതൊരു ടേം. ഈ ടേമിൽ ഒരെണ്ണം കോമൺ ആയിട്ടുണ്ടാവണം. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ആ സ്റ്റെപ്പിലോട്ട് പോയി ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. കേട്ടല്ലോ? അപ്പോൾ നമുക്കത് ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് x + 2 കോമൺ എടുക്കാം. സോ x + 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 2ൻ്റെ കൂടെ × 5 ആണ് ഉണ്ടായിരുന്നത്. സോ × 5x. ബാക്കി ഇവിടെ x + 2ൻ്റെ കൂടെ എന്താ ഉണ്ടായിരുന്നത്? × -4 -4. 5x - 4 = 0, which implies x + 2 = 0. Either x + 2 = 0, x + 2 = 0, or 5x - 4 = 0, which means x = -2 or 5x = 4, which means x = 4/5. കഴിഞ്ഞിട്ടില്ല, നമുക്കിനി y കണ്ടുപിടിക്കണം. നമ്മൾ x ആണ് കണ്ടുപിടിച്ചത്. നമുക്ക് കിട്ടിയ വാല്യൂ x = നമുക്ക് തന്നിരിക്കുന്ന ഹിൻറ്റ് എന്തായിരുന്നു? x = 3y + 1 എന്നായിരുന്നു. നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ഇപ്പോൾ ഇവിടെ എത്രയൊക്കെയാണ് കിട്ടിയത്? x = -2 എന്നും x = 4/5 എന്നുമാണ്. x = -2 or x = 4/5. ഈ രണ്ട് വാല്യൂസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ വാല്യൂ നമുക്ക് 3y + 1 എന്നുള്ളതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? x = -2 means 3y + 1 = -2, which means 3y = -2 - 1, 3y = -3, y = -1. y = -1. x = 4/5 means
എക്സ് ഈക്വൽ ടു 4/5 മീൻസ് എന്താ വരുന്നത് 3y പ്ലസ് 1 ഈക്വൽ ടു 4/5. 3y ഈക്വൽ ടു 4/5 മൈനസ് 1 or y equal to minus 1/50. So വൈയുടെ രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു -1 അല്ലെങ്കിൽ y ഈക്വൽ ടു -1/50. ഡൺ. ഓക്കെ, നമ്മളപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിത്തൗട്ട് സോൾവിങ് ചെക്ക് വെദർ x equal to 1 is a solution of this quadratic equation. വേറൊരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സൊല്യൂഷൻ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. എന്നിട്ട് ഇത് സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാ 3x² മൈനസ് 2x മൈനസ് 1 ഈക്വൽ ടു 0. വി ഹാവ് ടു ചെക്ക് വെദർ x equal to 1 is a solution. എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 × 1² മൈനസ് 2 × 1 മൈനസ് 1. 3 × 1² 3 മൈനസ് 2 മൈനസ് 1 ഈക്വൽ ടു 3 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. വിത്തൗട്ട് സോൾവിങ് സെയിം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ അതേ പാറ്റേണിലുള്ളതാണ്. വിത്തൗട്ട് സോൾവിങ് x² വി ഹാവ് ടു ചെക്ക് വെദർ x² മൈനസ് x പ്ലസ് 1 ഈക്വൽ ടു 0 ഇസ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. വി ഹാവ് ടു ചെക്ക് x ഈക്വൽ ടു -1 ഇസ് എ സൊല്യൂഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. x² മൈനസ് x പ്ലസ് 1 ഈക്വൽ ടു 0. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് -1 വി ഹാവ് -1 ഹോൾ സ്ക്വയർ മൈനസ് -1 പ്ലസ് 1. -1 whole square is 1 plus 1 plus 1 is equal to 3, which is not equal to 0. So, x equal to -1 is not a root of this quadratic equation. Quadratic equation x² minus x plus 1 equal to 0. Done. രണ്ടും ഒരേ പാറ്റേണിലുള്ളതായിരുന്നു. ഒരെണ്ണത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് റൂട്ട് ആയിരുന്നു, അടുത്തതിൽ റൂട്ട് ആയിരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ റൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. റൂട്ട് ആണ്, പക്ഷെ അതിലെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് തന്നിട്ടില്ല. തന്നിരിക്കുന്നതിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആ വേരിയബിൾ കണ്ടുപിടിക്കണം. തന്നിട്ടുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന്. എക്സ് ഈസ് ഈക്വൽ ടു 2 ഈസ് എ റൂട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ വരിക? കെ ഇൻറ്റു x² ഈസ് 2² പ്ലസ് 2 ഇൻറ്റു x 2 ഇൻറ്റു 2 മൈനസ് 3 ഈക്വൽ ടു 0. 4k പ്ലസ് 4 മൈനസ് 3 ഈക്വൽ ടു 0. 4k പ്ലസ് 1 ഈക്വൽ ടു 0. 4k ഈക്വൽ ടു -1, k ഈക്വൽ ടു -1/4. So, sorry, -1/4. k ഈക്വൽ ടു -1/4 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഈ വീഡിയോയിൽ 3 പ്രോബ്ലംസാണ് ചെയ്തത്. 3 അല്ല 4 എണ്ണമാണ് ചെയ്തത്. 3 എണ്ണം
എക്സ് ഈക്വൽ ടു എക്സിൻ്റെ റൂട്ട് തന്നിട്ട് അത് രണ്ടെണ്ണം റൂട്ട് തന്ന് അത് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഒരെണ്ണം റൂട്ട് തന്നിട്ട് അതിൽ കെ വാല്യൂ കണ്ടുപിടിക്കാൻ, വേറേത് ഇൻഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ വാല്യൂവിൽ നിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.